സ്വന്തം ഭാര്യനെ ഓർക്കുന്നതിനേക്കാളും നല്ലത് വ്യഭിചാരിയായ പെണ്ണിനെ ഓർക്കലാണ് എന്ന് ആണും പെണ്ണും അടക്കം അഗത്തിയിൽ വന്നെ ഇപ്പോൾ ലോഡ്ജിന് താമസിച്ച് സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ വോയിസിൽ കേട്ടത് ലക്ഷദ്വീപിലെ അഗത്തിയിൽ ടൂറിസ്റ്റായിട്ട് വന്ന ചിലരുടെ കാര്യങ്ങളെക്കുറിച്ചാണ്. ഏതായാലും ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേൾക്കുന്നതിന് മുമ്പ് ഇത് ആരാണെന്ന് നമുക്കറിയണം. ലക്ഷദ്വീപ് കാണാൻ വരുന്നതാണോ അതല്ല മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. ലക്ഷദ്വീപ് കാണുന്നതിനപ്പുറം വല്ല നിഗൂഢതകളുമുണ്ടോ, അവർക്ക് വല്ല ഹിഡൻ അജണ്ടകളുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കും അറിയണ്ടേ. തീവ്രവാദികളാണോ, ഭീകരവാദികളാണോ, ഒറ്റുകാരാണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നവരാണോ, അങ്ങനെയുള്ള ഒരു സംഘത്തെ സൃഷ്ടിക്കുകയാണോ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, ഒന്നും അറിയില്ല. ഏതായാലും ആ ക്ലിപ്പിലൂടെ നമുക്ക് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരം ആളുകളെ, സാധാരണക്കാരായ ആളുകളെ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഏതായാലും വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട തബ്ലീഗുകാരൻ എന്നാണ് വോയിസിൽ പറയുന്നത്. വോയിസ് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം. അപ്പൊ അത്തരം ആളുകളെ സാധാരണക്കാർ പോലും കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് കായികമായിട്ടല്ല, ആശയപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക എന്നതാണ്. അത്തരം ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ക്ലിപ്പിലേക്ക് പോകാം. അല്ലേ, സംഗതിയിൽ അത് മുഹമ്മദാണ്. എന്റെ ഉപ്പാന്റെ പേര് മുഹമ്മദാണ്. പേര് വിളിച്ചില്ലെങ്കിൽ സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി എന്ന് മദീനത്തേക്ക് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ നിസ്കാരം ബാത്തിലാണ്. എന്നാൽ ഞാൻ പറയാണ്, ഏ മുഹമ്മദ് അസ്സലാമു അലൈക്കും എന്റെ ഉപ്പാനോട് നിസ്കാരത്തിൽ പറഞ്ഞാലോ, നിസ്കാരം ബാത്തിലാണ്. ഓക്കെ, ഇതല്ലേ ഇപ്പൊ ഇസ്ലാമിന്റെ ഹുക്മ് അല്ലേ, ശരിയായ റൂട്ട് ഇതാണ്. അപ്പൊ ഈ കങ്കോലി എന്ന് പറയുന്ന ആള് നേതാവ് എഴുതിയ ഉറുദു എന്ന് പറയുന്ന കിതാബിലുണ്ട്, അള്ളാന്റെ റസൂലിനെ നിസ്കാരത്തിൽ ഓർക്കലി കഴുകനെ ഓർക്കുന്നത് പോലെയാണ്. തെറ്റാണെങ്കിൽ അപ്പൊ ഈ നേതാവ് തെറ്റാവൂലേ? എന്റെ പറഞ്ഞാല് നമുക്ക് ഉറപ്പില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞു. നമ്മൾ പറയില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ പറയില്ല. ഒന്ന്. രണ്ടാമത്തത്, സ്വന്തം ഭാര്യനെ ഓർക്കുന്നതിനേക്കാളും നല്ലത് വ്യഭിചാരിയായ പെണ്ണിനെ ഓർക്കലാണ്. എന്നാലും എന്ത് ചെയ്യാൻ പാടില്ല, മുഹമ്മദ് നബിനെ ഓർക്കാൻ പാടില്ല, നിസ്കാരത്തിൽ ഓർക്കാൻ പാടില്ല. അപ്പൊ ഈ ആശയം എങ്ങനെ, ഈ ആദർശം എങ്ങനെയാണ്, ഇതെങ്ങനെയോ കേൾക്കണം, നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേട്ടിട്ട് ഇത് ദഅവത്തിന് ഇറങ്ങാൻ പാടുള്ളൂ. തബ്ലീഗ് പ്രസ്ഥാനം കടുത്ത തെറ്റാണ്. ഞാൻ ആണുങ്ങളെ പോലെ പറയും, മീശ മുളച്ചതുകൊണ്ട് എനിക്ക് പറയാം. തബ്ലീഗ് പ്രസ്ഥാനം കടുത്ത തെറ്റാണ്. നിങ്ങളെ ദഅവത്ത് തെറ്റാണ്, ശരിയല്ല. ഞാൻ പറഞ്ഞു നേരത്തെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, ഇവരൊക്കെ ഇവിടെ ദഅവത്ത് നടത്തുന്നത്. ഈ അടുത്ത കാലത്തായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് തബ്ലീഗ്. കോവിഡ്-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ നിസാമുദ്ദീനിൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ നമുക്കറിയാം. എന്താണ് തബ്ലീഗ് ജമാഅത്ത്? അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്? ആശയം എന്താണ്? 1920-26 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ചരിത്ര പ്രാധാന്യമുള്ള മേവാത്ത് എന്ന് പറയുന്ന പ്രദേശത്താണ് തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയം രൂപം കൊള്ളുന്നത്. 1926-27 കാലഘട്ടത്തിൽ മുഹമ്മദ് ഇല്യാസ് കന്ദൽവി ഇസ്ലാമിക ആധ്യാത്മിക നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. തൻ്റെ രണ്ടാമത്തെ ഹജ്ജ് യാത്ര വേളയിലായിരുന്നു മുഹമ്മദ് ഇല്യാസിന് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രചോദനമുണ്ടാകുന്നത്. തൻ്റെ അധ്യാപന ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സ്വയം മതപ്രബോധകനായി അദ്ദേഹം മാറി. ഉടനെ തന്നെ തൻ്റെ പ്രവർത്തന മേഖല ഡൽഹിയിലെ നിസാമുദ്ദീനിലേക്ക് മാറ്റുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഈ ഒരു സമയം വോയിസിൽ വന്നത്, ഇന്നത്തെ ഫ്ലൈറ്റിൽ ഏകദേശം 20ഓളം തബ്ലീഗ് ജമാഅത്തിന് ആൾക്കാർ, ആണും പെണ്ണും അടക്കം അകത്തിൽ വന്നെ 20 ദിവസത്തെ ക്യാമ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലോഡ്ജിന് താമസിച്ച് ഓരോ വീട്ടുകാരെ പരിചയപ്പെട്ട് അവരെ വീട്ടിൽ താമസിച്ച് അവരെ ദഅവത്തിനടുത്തലാണ് അവിടെ പരിപാടി. അപ്പോൾ ഇത് അകത്തേക്ക് പെർമിറ്റില്ല. ഓരോ ബെന്നിസാറിനോട് സംസാരിച്ച് ഉസ്താദമായതുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും യോജിക്കുന്ന എല്ലാവരും വന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്നതാണ് ഏതൊരു പള്ളിയിൽ പോയി ഈ ഇമാമിനിപ്പം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തബ്ലീഗായത് അറിഞ്ഞ ഒരാൾ അവൾ ഇമാമിനിപ്പം സമ്മതിയാണ്, ആ പള്ളിക്കാരനാണ് ഇമാമിനിപ്പിച്ചാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഗൗരവത്തിലെടുക്കണം. കാരണം ഇത് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് വലിയൊരു അടി കിട്ടിയുള്ള ഈ ഒരു ഫോക്ക്.
ഇൻഷാല്ലാ ഇസ്ലാമിക സംഘടനയായ തബ്ലീഗ് ജമാഅത്തിനെ സൗദി അറേബ്യ നിരോധിച്ചു. ഭീകരതയുടെ കവാടങ്ങളിലൊന്നാണ് തബ്ലീഗ് എന്ന് വിശേഷിപ്പിച്ചാണ് സംഘടനയുടെ പ്രവർത്തനങ്ങളെ രാജ്യത്ത് നിരോധിച്ചത്. അടുത്ത വെള്ളിയാഴ്ച പള്ളികളിലെ പ്രാർത്ഥനയ്ക്കിടെ തബ്ലീഗിനെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണമെന്നും സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. തബ്ലീഗ്, ദഅ്വ പോലെയുള്ള സംഘടനകൾ സമൂഹത്തിന് ആപത്താണ് എന്നും ഇസ്ലാമിക കാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 1926 ഹരിയാനയിലാണ് തബ്ലീഗ് ജമാഅത്ത് രൂപീകരിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.